സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളി സംസ്ഥാന സർക്കാർ. മെറ്റയുമായി ഒരു ആശയവിനിമയവും നടത്തിയിട്ടില്ലെന്നും പോസ്റ്റുകൾ നീക്കിയതിനെക്കുറിച്ചുള്ള പരാതി നൽകിയാൽ സർക്കാർ ഒപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വാർത്തകൾ നീക്കാൻ പോലീസ് പരാതി നൽകിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ മറ്റ് സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടോ എന്ന് അറിയില്ലെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ 5 മാസത്തിനിടെ 1 ലക്ഷത്തിലധികം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹയോഗ് പോർട്ടൽ വഴി അക്കൗണ്ട് ബ്ലോക്ക് റിക്വസ്റ്റ് നൽകിയിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അതേസമയം പോസ്റ്റുകൾ നീക്കിയത് മെറ്റയുടെ പോളിസി പ്രകാരമല്ല, മറിച്ച് പ്രാദേശിക നിയമവ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണെന്നായിരുന്നു ന്യൂസ് മലയാളത്തിന് നൽകിയ ഔദ്യോഗിക മറുപടിയിൽ മെറ്റ വ്യക്തമാക്കിയത്. പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് പരാതി നൽകിയത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിന്നെ ആര്? രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് നിശബ്ദമായ ഡിജിറ്റൽ സെൻസർഷിപ്പോ? കാണാം RDX റാപ്പ്. സർക്കാരിനെതിരായ ഏതെങ്കിലും പോസ്റ്റ് നീക്കാൻ മെറ്റയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെ ഉള്ളടക്കത്തെക്കുറിച്ച് പോലീസ് ഒരു പരാതിയും നൽകിയിട്ടില്ല. എന്നാൽ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടോ എന്നറിയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണം എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ വലിയ പഴിയാണ് കേട്ടത്. പ്രാദേശിക നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തതെന്ന് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃകമ്പനിയായ മെറ്റ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഓരോ മിനിറ്റിലും 1 എന്ന തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ടുകളും പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയെന്നും വാർത്തകളുണ്ട്. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 80,000 ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്കും 15,000 യൂട്യൂബ് ചാനലുകൾക്കും എതിരെയുമാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. RDX റാപ്പ്, ന്യൂസ് മലയാളം. മെറ്റയോട് പോസ്റ്റുകളൊന്നും നീക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറഞ്ഞു. മെറ്റയുമായി സർക്കാർ ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. എനിക്കെതിരായിട്ടിരിക്കുന്ന പോസ്റ്റ് അത് നീക്കം ചെയ്തതിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കാം. അങ്ങനെ ഏതെങ്കിലും സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എനിക്കെതിരെ എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റുകളാണ്, അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റ്. അത് നീക്കം ചെയ്തതിനെതിരെ നിങ്ങൾ പരാതി കൊടുത്താൽ നീക്കം ചെയ്ത മെറ്റയുടെ കൂടെയല്ല, ആ പോസ്റ്റ് എന്നെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഇട്ട നിങ്ങളുടെ കൂടെ നിൽക്കായി സർക്കാർ. ഇങ്ങനെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നന്നായിരിക്കും. സർക്കാരിനെതിരായ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ പോലീസ് എവിടെയും പരാതി നൽകിയിട്ടില്ലെന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടോ എന്നറിയില്ലെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. പോലീസ് ഏതായാലും ആവശ്യപ്പെട്ടിട്ടില്ല, ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടില്ല. മെറ്റ എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതിന് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ മെറ്റയോട് ഒരു മെസ്സേജും അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയിലില്ല, ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. സംസ്ഥാനത്ത് മാധ്യമ അടിയന്തരാവസ്ഥ എന്ന് CPIM ആരോപിച്ചു. വിമർശനങ്ങളെ വളഞ്ഞ വഴിയിലൂടെ ഇല്ലാതാക്കാനാണ് നരേന്ദ്രമോദിയുടെയും സതീഷിന്റെയും നീക്കമെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. അടിയന്തരാവസ്ഥയെ കടത്തിവിട്ടുന്ന രീതിയിലുള്ള മാധ്യമ സെൻസറിംഗ് ആണ് സംസ്ഥാനത്ത് ഇപ്പോഴും നടക്കുന്നത്. പോസ്റ്റുകൾ നീക്കം ചെയ്തത് സാങ്കേതിക പിഴവല്ലെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണെന്നും ഔദ്യോഗികമായി തന്നെ മെറ്റ ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഭയന്ന് വളഞ്ഞ വഴിയിലൂടെ അവ ഇല്ലാതാക്കാനാണ് മോദിയും സതീശനും ശ്രമിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കും തോറും അല്പം സങ്കീർണമാവുകയാണ്. നമുക്ക് മുന്നിൽ മെറ്റയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളത് ചോദിച്ച് വാങ്ങിയതാണ്. പക്ഷെ അത് മുഖ്യമന്ത്രി എന്തായാലും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അല്ല, അദ്ദേഹം അതിലെ ചില വാക്കുകളിലാണ് പിടിച്ച് കളിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനമായും ഇപ്പോൾ നമ്മൾ കൊടുത്ത വാർത്തയിൽ 1 ലക്ഷത്തോളം എന്നാണ്. അങ്ങനെയല്ല, 1,95,000 പോസ്റ്റുകളാണ്. 1,95,000 പോസ്റ്റുകൾ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 1 ലക്ഷം, ഫേസ്ബുക്കിൽ നിന്ന് 80,000, യൂട്യൂബിൽ നിന്ന് 15,000, ഇത്രയുമൊക്കെ
ആണ് കഴിഞ്ഞ ഈ പരിമിതമായ കാലയളവിനുള്ളിൽ നീക്കം ചെയ്യാൻ വേണ്ടി സഹയോഗ് പോർട്ടൽ വഴി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അതായത് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള 2 മാസങ്ങളിൽ 5 മാസം കൊണ്ടാണ് ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇത്രയധികം കണ്ടന്റ് നീക്കം ചെയ്യണം എന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നത്. അതിനനുസരിച്ച് നീക്കം ചെയ്യുന്നുമുണ്ട്. ഇത് നീക്കം ചെയ്യപ്പെടാതിരിക്കുകയല്ല. ഇപ്പോൾ ഈ സേഫ് ഹാർബർ അവസ്ഥ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആവശ്യപ്പെടുന്നതെല്ലാം ഏതാണ്ട് നീക്കം ചെയ്യുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സജീവമായിരുന്ന പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും വീഡിയോകളൊക്കെ അടക്കം ഇപ്പോൾ അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയുണ്ട്. അവർക്ക് മോണിറ്റൈസേഷൻ അവരുടേത് കട്ട് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. പലതരത്തിൽ അത്തരത്തിലുള്ള ആളുകളെ ഞെരുക്കാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പലതിൻ്റെയും ഈ നിലയ്ക്ക് പൂർണ്ണമായി തന്നെ കട്ട് ചെയ്തു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ താരതമ്യേന കുറവാണെങ്കിലും പക്ഷേ ധാരാളം അത് പോയിട്ടുണ്ട്. ഇത് ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നവുമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നവുമാണ്. ഇതിനെ നമ്മൾ കുറച്ച് അവധാനതയോടെ തന്നെ കണ്ടുപോകേണ്ട വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ദേശീയ തലത്തിൽ വ്യാപകമായി ഇത്തരത്തിൽ എല്ലാ ഭാഷകളിലും നമുക്കറിയാം, തമിഴിലൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇതെല്ലാം വെട്ടിപ്പോകുമ്പോൾ കേരളത്തിലും അത് സംഭവിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. തെറ്റില്ല. ഇപ്പം നമ്മളുടെ കണ്ടന്റും നമ്മളും ഇതാണ് ആവർത്തിച്ച് പറയുന്നത്, നമ്മളുടേതും ആ നിലയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാകാം ചിലത് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അഖിലേഷ് യാദവ് യോഗി ആദിത്യനാഥിനെതിരെ പറഞ്ഞത് മാറ്റാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ റിക്വസ്റ്റ് കൊടുക്കുമെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ. അതുപോലെ ഈ പലതും ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെയുള്ളത് നമ്മളുടെ കാർഡ് പോയി, അതിന് വി ഡി സതീശൻ റിക്വസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ. അങ്ങനെ സംഭവിക്കുകയുമില്ല. അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്, അതൊരു സത്യമാണ്. പക്ഷേ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട കാർഡുകളെല്ലാം കൂട്ടത്തോടെ പോകുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അനുകൂലമായി പറഞ്ഞാലും പ്രതികൂലമായി പറഞ്ഞാലും പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം മുതൽ പറയുന്ന കാര്യം, ഇതിൽ സർക്കാർ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ ഭരണതലത്തിൽ ഉന്നത തലത്തിലുള്ളവർ നേരിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പരിശോധിക്കണം. 3 ടെലിവിഷൻ ചാനലുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇത് പോകുന്നത്. 3 ടെലിവിഷൻ ചാനലുകളുടെ. അതെല്ലാ കാലത്തും ഇപ്പോൾ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണം എന്താണ്, ഇവർ സർക്കാരിന് അനുകൂലമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വഭാവത്തോടെ നിൽക്കുന്നു എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും വരാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അനാവശ്യമായി സർക്കാരിനെ ആക്രമിക്കുന്നില്ല, പക്ഷേ നിശിതമായി വിമർശിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ കാർഡുകൾ അങ്ങനെ ഇവർ റിപ്പോർട്ട് ചെയ്ത് ഈ വലിപ്പിക്കാനുള്ള സാഹചര്യം എന്താണ്? അപ്പോൾ ഇത് ശരിയാണ്, AI വിദ്യ കൊണ്ട് വലിച്ചതിൽ സംഭവിച്ചിട്ടുള്ള പിഴവ് എന്തായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വി ഡി സതീശന് അനുകൂലമായത് കുറേ കൂടി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരെ പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകരിട്ട ഫോട്ടോ വരെ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് സംഭവിക്കുന്നു. പക്ഷേ 3 ടെലിവിഷൻ ചാനലുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൃത്യമായി ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ച് മുഖ്യമന്ത്രിക്കായാലും ആഭ്യന്തരമന്ത്രിക്കായാലും തോന്നുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ള സംശയമാണ് ഉള്ളത്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇത് പോലീസ് ഇത് ചെയ്തിട്ടില്ല, മറ്റാരെങ്കിലും ചെയ്തോ എന്നറിയത്തുമില്ല. സർക്കാരിൻ്റെ ഭാഗമായിട്ട് പോലീസ് മാത്രം ചെയ്യേണ്ടതില്ല. ഇപ്പോൾ അഡീഷണൽ സെക്രട്ടറിയോ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി തലത്തിലുള്ള ആൾ റിപ്പോർട്ട് ചെയ്താലും ഇത് തന്നെ സംഭവിക്കും. സഹയോ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്താൽ അത് തന്നെ സംഭവിക്കുന്നത്. അതായത് അതാണ് സംഭവിക്കുന്നത്. നിയമപരം ഇപ്പോൾ വാക്കുകളിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിടിച്ചത്. അതായത് ലീഗൽ റിക്വസ്റ്റ് അല്ലല്ലോ എന്നുള്ളതാണ്, റിക്വയർമെൻ്റ് എന്നല്ലേ അതിൽ വന്നത് എന്ന്. അതാണ് സാധാരണ സർക്കാർ ഇത് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുന്ന നോട്ടീസിൽ പ്രയോഗിക്കുന്ന വാചകം. അത് റിക്വയർമെൻ്റ് തന്നെയാണ്. ഞാനതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് കൂടി പോകാം. അതിനകത്ത് ലീഗൽ റിക്വസ്റ്റ് അല്ല, ലീഗൽ റിക്വയർമെൻറ്റ്. അതായത് നിയമപരമായി ഈ ആവശ്യം സർക്കാരിൻ്റെ ആവശ്യം വന്നതിന് ശേഷം നിയമപരമായി ചെയ്യേണ്ട ബാധ്യതയാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച്, മെറ്റയെ സംബന്ധിച്ചിടത്തോളം. അത് വിശദീകരിക്കാനാണ് ആ ലീഗൽ റിക്വയർമെൻറ്റ്. IT ആക്ട് സെക്ഷൻ 79(3)B പ്രകാരം ഇത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അവർ നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അല്ലാത്ത ഇപ്പോൾ സാധാരണ ആളുകളും ഇതുപോലെ ഏതെങ്കിലും ചാനലിനെതിരെയോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയോ അവരുടെ പോസ്റ്റുകൾക്കെതിരെയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യാറില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ അതിന് വ്യത്യാസമുണ്ട്. സർക്കാർ ഓർഡർ പ്രകാരമാണെങ്കിൽ ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് തന്നെ, അല്ലെങ്കിൽ ലീഗൽ ലീഗൽ റിക്വയർമെൻറ്റ് തന്നെ പറയും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് വയലേഷൻ എന്നാണ് പറയുള്ളൂ.
അതല്ലാതെ കട്ട് ചെയ്താൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലേഷൻ എന്നാണ് അവർ പറയുക, അവർ നമ്മളെ അറിയിക്കുക. ഇല്ലെങ്കിൽ ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് തന്നെയാണ് അവരറിയിക്കുക. അത് രണ്ടിനും ഈ ഭാഷാപരമായി ഇത് കൃത്യമായി അതിൽ ആ വ്യത്യാസമുണ്ട്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്നവർ തെറ്റായി ഉപദേശം കൊടുക്കുന്നതാവാം, മുഖ്യമന്ത്രിയെ ഉപദേശിക്കുന്നവർ. കാരണം അദ്ദേഹമല്ലല്ലോ ഇതെല്ലാം ഇരുന്ന് കുത്തിയിരുന്ന് നോക്കുന്നത്, അദ്ദേഹമല്ല, ഒരു ടീമായിരിക്കും. എന്തായാലും ഒരു സംശയവും വേണ്ട, വളരെ ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഒരു ടീം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ടീമിനെ അദ്ദേഹത്തിന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഈ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അത് ആരാണെന്ന് അന്വേഷിക്കണം, അറിയാമെങ്കിൽ അവരോട് ആവശ്യപ്പെടണം ഈ കാര്യങ്ങൾ. കാരണം ഈ വ്യത്യാസം ഇതിൽ വളരെ കൃത്യമായി ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സഹായിക്കരുത് എന്ന് ആവശ്യപ്പെടണം. അതെ, തീർച്ചയായും. കാരണം അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളത് കൂടി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം അതാണ് വിശദീകരിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ലീഗൽ റിക്വയർമെന്റ് എന്നുള്ളത് സർക്കാർ ആവശ്യപ്പെടുന്ന കേസുകളിൽ തന്നെയാണ് അത്തരത്തിലുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസ് ആവശ്യപ്പെടുന്ന കേസുകളിൽ തന്നെയാണ് ലീഗൽ റിക്വയർമെന്റ് എന്നുണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പ്രശ്നം ഇന്നത്തെ ഇതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്, സർക്കാർ ഒരു തരത്തിലുമുള്ള ആശയവിനിമയത്തിന് പോയിട്ടില്ല മെറ്റയുമായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, കേരളത്തിൽ ഈ പ്രശ്നം നേരിടാത്ത മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്, ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത വാർത്ത. അതെന്താണ്? ഇത് സർക്കാർ ബന്ധപ്പെട്ടു, അപ്പോൾ പോലീസ് ബന്ധപ്പെട്ടു കഴിഞ്ഞപ്പോൾ മെറ്റയുടെ AI സംവിധാനത്തിൽ വന്ന ചെറിയ പിശക് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പോലീസിനെ അറിയിച്ചു എന്ന് ഒരു പോലീസ് വിലാസം വാർത്ത വന്നു. ആ പോലീസ് വിലാസം വാർത്ത നൽകിയ മാധ്യമങ്ങൾ കൂടി ഇനി വിശദീകരിക്കണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഉറപ്പ് കിട്ടിയത് എന്ന്. അതായത് മെറ്റയുടെ AI ഉണ്ടായ പ്രശ്നമാണെന്ന് ഇത് ഞാൻ തിരയാവുന്നിടത്തൊക്കെ തിരഞ്ഞു നോക്കി, വേറെ ലോകത്ത് എവിടെയെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന്. അപ്പം മെറ്റയുടെ AIക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഇങ്ങനെ ഒരു കുഴപ്പം നേരിട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു ആഗോള വാർത്തയാണ്. ഇവിടുത്തെ പോലീസിനെ അറിയിച്ചു എന്ന് പറയുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട വാർത്തയാണ്. മെറ്റയുടെ AIക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ്. ഇവിടെ നമ്മൾ പോലീസ് അത് കൊടുത്തു, അത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞെന്താണ്, AIയുടെ കുഴപ്പമാണെന്ന് പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മെറ്റ, അതുകൊണ്ട് ഓക്കെ. അപ്പോൾ അത് ഇവിടുന്ന് സർക്കാരൊന്നും അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡീസ് ഒന്നും ആവശ്യപ്പെട്ടിട്ടല്ല, ഈ മാധ്യമങ്ങളെല്ലാം, ഈ പ്രശ്നമുണ്ടായ മാധ്യമങ്ങൾ വെറുതെ സർക്കാരിനെ കുറ്റം പറയുകയാണ് എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അപ്പോൾ അതും തെറ്റാണ് എന്നാണല്ലോ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുകയാണല്ലോ, ഞങ്ങളൊരു ആശയവിനിമയം നടത്തിയിട്ടില്ല, ഞങ്ങളങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല ഇത് മെറ്റയോട്. പിന്നെ എങ്ങനെയാണ് അപ്പോൾ ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത കൊടുത്തത്? ഈ മാധ്യമങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് വാർത്ത കൊടുത്തത്? മാധ്യമങ്ങളെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? അതിന് മാധ്യമങ്ങൾ മറുപടി പറയണ്ടേ? അവർ തെറ്റായ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്കും തെറ്റായ വാർത്തകളൊക്കെ ചില സമയത്ത് കൊടുക്കാറുണ്ട്, അതിന് മറുപടി പറയാറുണ്ട്, മാപ്പ് ചോദിക്കണമെങ്കിൽ മാപ്പ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വാർത്ത എങ്ങനെ വന്നതാണ്? ആരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചവർക്കെതിരെ നിങ്ങൾ ഈ കാര്യത്തിൽ കർശനമായ ഒരു നിലപാട് സ്വീകരിക്കുകയെങ്കിലും ചെയ്യണമല്ലോ. അത് ഉണ്ടാവുന്നില്ല. ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഞാൻ ഇതുവരെ നോക്കി, ഒരു മാധ്യമത്തിലും അതേക്കുറിച്ചൊരു വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ കാർഡുകൾ ഇങ്ങനെ ഇത് എന്താണ് സർക്കാർ ഇടപെടലല്ല, AIയുടെ പ്രശ്നമാണ് എന്നുള്ളത് വ്യാപകമായി മാധ്യമങ്ങൾ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശദീകരണത്തിന് അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ മാത്രമല്ല, സർക്കാർ അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. എന്തായാലും ഈ സർക്കാർ തലത്തിൽ നിന്ന് തന്നെയാണ്, പോലീസിൻ്റെ തലത്തിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതും നമുക്കറിയാം, കാരണം നമുക്കും കിട്ടിയതാണ് ഈ വാർത്ത. എങ്ങനെ ഇത് AIയുടെ പ്രശ്നമാണ്, മെറ്റയുടെ AIക്ക് സംഭവിച്ച പിഴവാണ് എന്നുള്ളത് നമുക്കും കിട്ടിയ വാർത്തയാണ്. പക്ഷേ അത് വന്ന സോഴ്സ് നമുക്കറിയാം, അപ്പോൾ കൃത്യമായിട്ട് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതൊരു സർക്കാർ വിലാസം, പോലീസ് വിലാസം വാർത്തയാണ്, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം സംശയിക്കാനുള്ള വക ബാക്കിയുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ കേസിന് പോകുമെന്ന് പറഞ്ഞു, അതൊക്കെ മാധ്യമങ്ങൾ ആലോചിച്ച് നടപ്പാക്കിക്കോളും, ചെയ്തുകൊള്ളും. അതിനപ്പുറത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിന് മറുപടി പറയണ്ടേ? ഇതിപ്പം മെറ്റയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളെല്ലാവരും നടത്തുന്നുണ്ട്. ഈ കാര്യത്തിൽ സർക്കാരിനെ കബളിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ സർക്കാർ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെ? ഇത് ഒരു കാരണവശാലും ഞാൻ പറയില്ല. VD സതീശൻ കൃത്യമായി മെറ്റയുടെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം മണി പോലെ ഉത്തരം പറയും. അദ്ദേഹത്തിന് നല്ല വായനയുള്ള ആളാണ്, ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഈ സാങ്കേതിക വിഷയങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനെല്ലാം വളരെ കൃത്യമായ മറുപടി നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഉത്തരം കൂടി കേട്ടതിന് ശേഷം എനിക്ക് അത് തോന്നുന്നില്ല. കാരണം സർക്കാർ ആവശ്യപ്പെടുമ്പോൾ വരുന്ന മറുപടിയുടെ സ്വഭാവത്തെ തന്നെയാണ് അദ്ദേഹം അതിൻ്റെ വാക്കുകളുടെ ഭാഷാപരമായ വിഷയത്തിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ മറികടക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പ്രശ്നമാണ്. ഒന്ന്,
ഈ എന്താണ് ഈ ഇവിടുന്ന് മെറ്റയുടെ റിപ്പോർട്ടിൽ ഇത് സർക്കാർ ആവശ്യപ്രകാരം തന്നെ പിൻവലിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് സാധാരണ വ്യക്തികളൊന്നും ആവശ്യപ്പെട്ടതുകൊണ്ട് പിൻവലിക്കുന്നതല്ല എന്നുള്ളതൊന്ന്. രണ്ടാമത്തത് മെറ്റയുടെ എഐക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇതിപ്പം 2 വിസ്മയകരമായ ചോദ്യങ്ങൾ ആണല്ലോ നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആദ്യം അതിന് അനുസൃതമായ വാർത്ത അത് തന്നെയാണ്. നീക്കിയത് മെറ്റ, സംഭവിച്ചത് സാങ്കേതിക പിഴവ്. ഇങ്ങനെയായിരുന്നു ആദ്യം. മെറ്റയുടെ ഇന്ത്യൻ നോഡൽ ഓഫീസർക്ക് സൈബർ പോലീസിനെ അറിയിച്ചിരിക്കുന്നു. AI അപ്ഗ്രഡേഷനിലെ പിഴവാണ് ഇവിടെ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് പിന്നിലെ കാരണം എന്ന് അറിയിച്ചിരിക്കുന്നു. ഇതായിരുന്നല്ലോ ആ ചിത്രം എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരു ചോദ്യവും അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിനൊരു ഉത്തരവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ചോദിച്ചതിനും കിട്ടിയതിനും രേഖകൾ വേണം. ഇതാണല്ലോ നമ്മൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യം. ആ കാര്യം നമ്മൾ വ്യക്തമായും വൃത്തിയായിട്ടും മാധ്യമപ്രവർത്തകർ 2 ബന്ധപ്പെട്ട മന്ത്രിമാരുമായിട്ട്, ഒന്ന് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചു, മറ്റൊന്ന് ആഭ്യന്തരമന്ത്രിയോടും ചോദിച്ചു. അപ്പോഴോ മെറ്റയുമായി സർക്കാർ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞ ആദ്യ കാര്യം. സർക്കാരോ പോലീസോ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല പോസ്റ്റുകൾ നീക്കാമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ VS അനു കൃത്യമായി എടുത്ത് ചോദിക്കുന്നുണ്ട്, മെറ്റയിൽ നിന്ന് പോലീസിന് എന്തെങ്കിലും വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ മുഖ്യമന്ത്രി പറയാണ്, ഒന്നും ലഭിച്ചിട്ടില്ല. കാരണം ഞങ്ങളല്ലല്ലോ അഗ്രീവ്ഡ് പാർട്ടി, ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അതാണ് അതിൽ പ്രധാന പോയിന്റ്. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, അഗ്രീവ്ഡ് പാർട്ടി നിങ്ങളാണല്ലോ. നിങ്ങളുടെ പോസ്റ്റുകളാണ് നീക്കം ചെയ്യപ്പെട്ടത്, മാധ്യമങ്ങളുടെ പോസ്റ്റുകളാണ് നീക്കം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളാണ് അത് മെറ്റയോട് ചോദിക്കേണ്ടത്. ഞങ്ങൾ എന്തായാലും ചോദിച്ചിട്ടില്ല, എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ 2 ഉത്തരമായി. ഒന്ന്, എന്താണ് സംഭവിച്ചതെന്ന് മെറ്റയോട് ചോദിച്ചിട്ടില്ല. പിന്നെ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ സർക്കാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ 2 ഉത്തരങ്ങളായി. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 വിസ്മയമുള്ളത്. അപ്പോൾ ഈ വാർത്തകൾ എവിടെ നിന്ന് വന്നു? അതുമാത്രമല്ല, വാർത്ത വന്നു എന്നത് മാത്രമല്ല, കേരളത്തിലെ 3 ചാനലുകളുടെ, ഇപ്പോൾ നേരത്തെ ഹർഷൻ ചേട്ടൻ പറഞ്ഞ പോലെ 3 ചാനലുകളുടെ മാത്രം കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നീക്കം ചെയ്യപ്പെടുന്നത് മുഖ്യമന്ത്രി VD സതീശൻ്റെ ചിത്രങ്ങളുള്ളതോ അതിലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നീക്കം ചെയ്യപ്പെടുന്നത്. ഇതെങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയില്ലേ? അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇന്ന് സാധിച്ചോ എന്നുള്ളതാണ്. ഇനി നമ്മുടെ നിലക്ക് ഇതിപ്പം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ധർമ്മം. അതെന്നിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും. ഇപ്പം നമ്മളൊരു വൃത്തിയായിട്ട് ചോദിച്ചു. അപ്പോൾ വൃത്തിയായി ചോദിച്ചാലാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ ആസ് പെർ ദ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് എന്നാണ് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. പ്രാദേശിക നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം. ഇങ്ങനെയല്ലേ അതിന് പിന്നെ നമ്മളൊന്ന് എലാബറേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴോ ഏതാണ് ആ നിയമ സംവിധാനം എന്ന് നമുക്ക് തോന്നും. ഇത് സർക്കാർ തന്നെയല്ലേ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളാണ് ആവശ്യപ്പെട്ടതല്ലേ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് അത് ചോദിച്ചു. വീണ്ടും അവിടെ നിന്ന് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് ആസ് പെർ ദ ലീഗൽ റിക്വയർമെൻറ്റ് എന്നാണല്ലോ മെറ്റ നൽകിയിരിക്കുന്ന ഇപ്പോൾ വിശദീകരണം ചോദിച്ചവരോട്. അപ്പോൾ അദ്ദേഹം അടുത്ത കയറി, താൻ ആരാന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം തനിക്ക് താൻ ആരാണ്. ഇനി ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായെങ്കിൽ താൻ എന്നോട് ചോദിക്കും. ഈ നിലയ്ക്ക് അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു, ലീഗൽ റിക്വയർമെൻറ്റ്. അതെന്താണ് അതിൻ്റെ അർത്ഥം? ഞങ്ങളാണോ അത് പറഞ്ഞു തരേണ്ടത്? ഇനി നിങ്ങൾ ലീഗൽ റിക്വയർമെൻറ്റ്, അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഉണ്ടായിരുന്നത്, ലീഗൽ റിക്വയർമെൻറ്റ്. എന്നിട്ട് എന്തായിരുന്നു അത് മെറ്റയുടെ അൽഗോരിതവുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ലീഗൽ റിക്വയർമെൻ്റ് ആണെന്നാണ് ഈ ഉത്തരം. ഹർഷൻ ചേട്ടൻ ആ ബൈറ്റ് ശ്രദ്ധിച്ചിരുന്നോ? മെറ്റയുടെ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അതെ, അതായത് അവരുടെ അൽഗോരിതം അനുസരിച്ചുള്ള ലീഗൽ റിക്വയർമെൻ്റ് ആണത്. വെറും വില കുറഞ്ഞ വാർത്തകളാണ് നിങ്ങൾ അതുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. എന്തായിരുന്നു അത്? നിങ്ങൾ തന്നെ എന്നിട്ട് അത് ഇട്ട് ഓടിയില്ലേ, ഞാനാണിത് നീക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അപ്പോഴുണ്ടായ മറുപടി. എന്തായിരുന്നു ആ വില കുറഞ്ഞ വാർത്ത എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും അധിക്ഷേപകരമായ കാര്യമൊന്നും ആയിരുന്നില്ല വാർത്തകളുണ്ടായിരുന്നത്. ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് ആദ്യം പോയത്. അത് വില കുറഞ്ഞ ഒരു പ്രവർത്തനം നടത്തിയ ഒരു 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു. ആ പിടിച്ചപ്പോൾ 139 ഗ്രാം ശിഷ്ടം MDMA പിടിച്ചപ്പോൾ നോക്കുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ അയാളുടെ പ്രൊഫൈലുകളിൽ എഴുതി വെച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണോ അത് വില കുറഞ്ഞ വാർത്തകളായി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വാർത്തകളാണ് കൊടുക്കുന്നത്, ആ കാർഡുകളല്ലേ ഏറ്റവും ആദ്യം ഇതിൽ നിന്ന് നീക്കം ചെയ്ത് പോവുകയും ചെയ്യുന്നത്. അതാണ് പോയിരിക്കുന്നത്. നമ്മൾ വില കുറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളാണോ പ്രചരിപ്പിക്കുന്നത്? ആ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. ഇതിനുശേഷം എങ്ങനെ ഇത്രയും കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ടും പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് വാർത്തകളുടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ അടക്കം കാർഡുകൾ പോകുന്നു. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇപ്പം ഞാൻ ശരിയാക്കി തരാം, ആ ചെറിയ സ്പാനർ ഞാൻ ഇപ്പോൾ എടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നവകേരള സദസ്സിൻ്റെ സമയത്ത് ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വിളിച്ച് പരിചയപ്പെട്ട ആളാണ് അദ്ദേഹം. പിടിയിലായ അയാൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, എൻ്റെ മാധ്യമ സംഘത്തിൻ്റെ ഭാഗമൊന്നുമല്ല അയാൾ എന്ന് പറഞ്ഞു. അതിനുശേഷം ഫാക്ട് ചെക്ക് വീണ്ടും നടത്തുന്ന ഘട്ടത്തിൽ അതിനു മുന്നേ 2021
മുഖ്യമന്ത്രിയുമായി അടുത്തിടപഴകുന്ന തരത്തിൽ 2022 പോസ്റ്റുകൾ, ഇഷ്ടംപോലെ പോസ്റ്റുകൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇടപഴകുന്ന ഇഷ്ടംപോലെ ഒന്നിലധികം ഫോട്ടോകൾ പൊതുമധ്യത്തിലേക്ക് വരുന്നു. അത് ഇന്ന് വീണ്ടും ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ പരിചയപ്പെട്ടത് നവകേരള സദസ്സിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് അടിയിൽ പരിക്കേറ്റപ്പോൾ ആശ്വസിപ്പിക്കാൻ വിളിച്ചപ്പോഴാണ്. അദ്ദേഹം നേരത്തെ വന്ന് എന്നെ കണ്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യർ തമ്മിൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്, ഞാൻ ഹർഷൻ ചേട്ടനെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ എന്നെ കൂടെ അറിയുകയും പരിചയപ്പെടുകയും ചെയ്യില്ലേ? ഇത് ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ, ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ ആയിരുന്നില്ല ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ആ പോസ്റ്റുകൾ 18ഓളം ഫോട്ടോകളാണ് അയാളുടെ അക്കൗണ്ടിൽ, പിടിയിലായ അയാളുടെ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത്. അതിനു മുമ്പും ശേഷവും ഒക്കെ ആയിട്ടുള്ള മൊത്തത്തിലുള്ള എണ്ണമാണ് പറയുന്നത്. അതിൽ യാതൊരു പരിചയക്കുറവുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പരിചയപ്പെട്ടത് ഇപ്പോഴാണ്. അയാൾ നേരത്തെ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടാകാം എന്നെ, പക്ഷേ ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നിലക്കാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇനി നേരത്തെ എന്താണ് ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് വിശദമാക്കുമ്പോൾ ഹർഷൻ ചേട്ടൻ പറഞ്ഞല്ലോ, അത് ഒരു ഗവൺമെൻറ് സംവിധാനം തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനും അതുപോലെ തന്നെ ചോദിച്ചു, ഇതെന്താണ് ഈ കാര്യം എന്നുള്ളത്. ഞാനൊന്ന് തിരഞ്ഞു നോക്കുന്നതാണ്. അപ്പോൾ എ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് ടു ഡിലീറ്റ് ഓർ ബ്ലോക്ക് എ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രൈമറിലി ഇൻഡിക്കേറ്റ്സ്. അതാണ് ഞാനും ചോദിച്ചത്, എന്താണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് ഈ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ്? അതിൻ്റെ മലയാള അർത്ഥവും പര്യായവും വ്യംഗ്യാർത്ഥവും ഒക്കെ പഠിപ്പിക്കാനാണല്ലോ അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ കോണ്ടന്റ് ഹാസ് ബീൻ ഫ്ലാഗ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓർ എ കോർട്ട് ഫോർ വയലേറ്റിംഗ് സ്പെസിഫിക് പ്രൊവിഷൻ ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട്. ഇത് തന്നെയാണ്. ഇത് രണ്ട് അർത്ഥത്തിൽ, നിങ്ങൾ ചോദിച്ച മറ്റൊരർത്ഥത്തിൽ ഞാൻ ചോദിച്ചത്, ഇതെന്താണ് ഈ ലോക്കൽ ലീഗൽ റിക്വയർമെൻ്റ് കൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ബ്ലോക്ക് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യപ്പെടാനോ പറയുന്നതിൽ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാനും ചോദിച്ചത്. അതിനാണ് ഈ ഉത്തരവും എനിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വക ഒടുവിലുള്ള ഒരു വിശാല മനസ്കത, അതായത് എന്നെ അധിക്ഷേപിച്ചുള്ള പോസ്റ്റാണല്ലോ പോയത്, പക്ഷേ അതിൽ നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കും നിങ്ങളുടെ കൂടെ. ആരാണ് പറയുന്നത്? ഈ മുഖ്യമന്ത്രി. ഈ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഇട്ട 5-6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ സർക്കാർ എന്നുള്ളതാണ്. എന്നിട്ടാണ് അദ്ദേഹം ഈ വിശാല മനസ്കത പറയുന്നത്. നമ്മൾ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതൊക്കെ സത്യത്തിൽ ഇന്നുണ്ടായത് ഒരുതരം വരാൽ വഴുതലാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ നിലക്കാണ് അദ്ദേഹം വാക്കുകളിൽ പിടിച്ച് മൈൻഡ് ഗെയിം കളിക്കുന്നത് പോലെ വാക്കുകളിൽ പിടിക്കുകയും മാധ്യമപ്രവർത്തകരോട് മറുപടി പറയും, അവരുടെ ചോദ്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ആ നിലക്കെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രവുമല്ല, പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾക്കും അവരുടെ ആരോപണങ്ങൾക്കും കഴമ്പുണ്ടാകുന്ന തരത്തിലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം പൂർത്തിയാകുമ്പോൾ കൂടുതൽ അത് ഉറക്കുകയാണ്. കാരണം ഇവിടെയുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിലും അവർ കൊടുക്കുന്ന വാർത്തകളിലൊക്കെ നല്ല പോലെ അലർജി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുമ്മലും ചീറ്റലും എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ അറിവോടെയാണെങ്കിൽ അതിഗുരുതരമായ കാര്യമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അറിവോടെ അല്ലെങ്കിൽ കൂടെയുള്ളവരോട് ദയവേദി ഇങ്ങനെ സഹായിക്കരുത്. നമ്മുടെ അറിവോടെ അല്ല എന്ന് തന്നെയാണ് ഞാൻ ഈ സമയത്തും കരുതുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെയാണെങ്കിൽ അതിൽ അദ്ദേഹം ഇടപെടണം, ഇത് അന്വേഷിക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം എന്നുള്ളതാണ്. അതിനിപ്പോൾ കോടതി വഴി മാധ്യമങ്ങൾ പോയി ഉത്തരവ് സമ്പാദിച്ചതിന് ശേഷം കൂടെ നിൽക്കാം എന്നുള്ള ഒരു സമീപനത്തിലല്ല വേണ്ടത്. ഇത്രയും പിശകുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയും. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ നടപടി തന്നെയാണ് വേണ്ടത്. തീർച്ചയായും. പ്രാദേശിക നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരും അനുബന്ധ സംവിധാനങ്ങളും നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിഷയത്തിൽ മെറ്റ നൽകുന്ന വിശദീകരണം. മെറ്റയുടെ പോളിസി ലംഘിക്കുന്നില്ലെങ്കിലും നിയമവിരുദ്ധം എന്ന റിപ്പോർട്ട് ലഭിച്ചാൽ നിയന്ത്രിക്കാറുണ്ടെന്നും മെറ്റ വിശദീകരിക്കുന്നുണ്ട്. ഇതോടെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണം ശക്തമാകുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടല്ല വാർത്തകൾ നീക്കം ചെയ്യുന്നത് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ അപ്രത്യക്ഷമാകുന്നതെന്ന് അന്വേഷിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പരാതി നൽകിയാൽ പിന്തുണയ്ക്കാം എന്ന് മാത്രമാണ് VD സതീശൻ ഇന്നും ആവർത്തിച്ചത്. ഒരേ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങളുടെ മാത്രമാണ് വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്നതാണ് ഏറ്റവും കൗതുകം. വിഷയത്തിൽ മെറ്റയും സംസ്ഥാന സർക്കാരും ഒരുപോലെ കൈകഴുകുമ്പോൾ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് പിന്നിൽ ആരാണെന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്.